നമസ്കാരം. മുംബൈയിലെ ധാരാവി വികസന ഘട്ടത്തിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയായ ധാരാവിയുടെ പുനർവികസനം പുരോഗമിച്ചു വരികയാണ്. അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ധാരാവി റീഡെവലപ്മെന്റ് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈയുടെ ഹൃദയഭാഗത്തായി 600-ൽ പരം ഏക്കറുകളായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ പ്രോജക്ട് ആരംഭിക്കുന്നതിന് ലോകത്തിലെ ഏറ്റവും വലിയ അനൗപചാരിക സെറ്റിൽമെന്റുകളിലൊന്ന് വീണ്ടും നടപ്പാക്കാൻ കമ്പനി അന്താരാഷ്ട്ര നഗരത്തെയും അടിസ്ഥാന സൗകര്യ ആസൂത്രണ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. DRPPL US ആസ്ഥാനമായുള്ള ഇന്റർ ഡിസിപ്ലിനറി ഡിസൈൻ സ്ഥാപനമായ സസാക്കി, UK ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ കൺസൾട്ടൻസി സ്ഥാപനമായ ബ്യൂറോ ഹാപ്പോൾ, ആർക്കിടെക്ട് ഹഫീസ് കോൺട്രാക്ടർ എന്നിവരുമായി പദ്ധതിക്കായി സഹകരിച്ചിട്ടുണ്ട്. നഗരാസൂത്രണത്തിലും ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗിലും അറിയപ്പെടുന്ന സ്ഥാനങ്ങളാണ് സസാക്കിയും ബ്യൂറോ ഹാപ്പോർഡും. ഇവരെ കൂടാതെ സിംഗപ്പൂരിൽ നിന്നുള്ള വിദഗ്ധരും പദ്ധതി സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. 2022 നവംബറിൽ അദാനി പ്രോപ്പർട്ടീസ് ചേരിയുടെ പുനർവികസനത്തിനുള്ള അവകാശം ലഭിക്കാൻ ഏറ്റവും ഉയർന്ന ഓഹരി വാങ്ങി. ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കമ്പനിയാണ് അദാനി പ്രോപ്പർട്ടീസ്. അദാനി ഗ്രൂപ്പിന് DRPPL-ൽ 80% ഓഹരി ഉണ്ടെങ്കിൽ ബാക്കി 20% ഓഹരി മഹാരാഷ്ട്ര സർക്കാരിന്റെ കൈവശമാണ്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിന്റെ ലീഡ് പാർട്ണറാകാൻ പ്രതീക്ഷിച്ച് സർക്കാർ നിശ്ചയിച്ച മിനിമം നിക്ഷേപമായ 1600 കോടി രൂപയ്ക്കെതിരെയാണ് 5069 കോടി രൂപയുമായി അദാനി പ്രോപ്പർട്ടീസ് ഏറ്റവും ഉയർന്ന ലേലക്കാരനായി എത്തിയത്. ആഗോളതലത്തിൽ സുസ്ഥിരവും സംയോജിതവുമായ ലൈവ് വർക്ക് പ്ലേ എൻവയോൺമെന്റ് സൃഷ്ടിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള 70 വർഷത്തെ അനുഭവ പരിചയമുള്ള സ്ഥാപനമാണ് സസാക്കി. അതേസമയം ബ്യൂറോ ഹാപ്പോൾ ക്രിയേറ്റീവും മൂല്യാധിഷ്ഠിതവുമായ അടിസ്ഥാന സൗകര്യ പരിഹാരങ്ങൾ നൽകുന്നതിൽ പേരുകേട്ടതാണ്. സോഷ്യൽ ഹൗസിംഗ്, സ്ലം റീഹാബിലിറ്റേഷൻ അതോറിറ്റി എന്നീ പദ്ധതികൾക്ക് മുംബൈയിലെ തന്നെ പ്രശസ്തനാണ് കോൺട്രാക്ടർ. ധാരാവി പുനർവികസന പദ്ധതി എന്നത് നഗര നവീകരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമപ്പുറം ധാരാവിയുടെ ഊർജ്ജസ്വലമായ സംസ്കാരത്തിന്റെ സത്തയെ പരിപോഷിച്ചുകൊണ്ട് നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് DRPPL വക്താവ് പറഞ്ഞു. പ്രതിബദ്ധതയോടെയും ലോകോത്തര മികവോടെയുമാണ് ഈ സുപ്രധാന ഉദ്യമത്തെ സമീപിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിംഗപ്പൂർ ആണ് ധാരാവി റീഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ പ്രചോദനപരമായ ഒരു ഉദാഹരണമായി നിൽക്കുന്നത്. 1969-ൽ ഇന്നത്തെ ധാരാവി പോലെ തന്നെയായിരുന്നു സിംഗപ്പൂർ. അവിടെ ഹൗസിംഗ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇടപെടലിൽ 1.2 ദശലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു. ധാരാവിയിൽ 8.5 ലക്ഷത്തിലധികം താമസക്കാരാണുള്ളത്. ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ ഈ കണക്ക് 1 ദശലക്ഷം കവിയുന്നുണ്ട്. മുംബൈയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള മേഖലയാണ് ധാരാവി. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള 6ാമത്തെ മേഖലയാണ്. ഏകദേശം 1 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന അനൗപചാരിക തുകൽ മൺപാത്ര നിർമ്മാണ വ്യവസായമാണ് ഈ പ്രദേശത്തുള്ളത്. ഇവിടെ മെച്ചപ്പെട്ട നഗര അടിസ്ഥാന സൗകര്യങ്ങളോടെ ചേരി നിവാസികളും വാണിജ്യ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഉയർന്ന കെട്ടിടങ്ങളുടെ ഒരു ക്ലസ്റ്ററാക്കി മാറ്റാനാണ് പദ്ധതിയിടുന്നത്. ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മുംബൈയുടെ മുഖം തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് തനിനിറം.